ഇതേപോലത്തെ ഒരു സീറ്റ് ഇവിടെ കാണുന്നില്ലല്ലേ? സീറ്റ് ഇവിടെ ഉണ്ട്, ഞാൻ താത്ത വെച്ചിരുന്നേ. അതപ്പം വരും. കണ്ട വന്ന് സീറ്റ് വന്നു. ഇനി നമുക്ക് ചാരിയിരിക്കാം. അപ്പൊ ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ ആദ്യമേ ഞങ്ങളുടെ കാറിനകത്തുള്ളൊരു ഹോം തിയേറ്റർ കാണിക്കാൻ പോവാണ്. കാർ തിയേറ്റർ, ഇത് ഹോം അല്ലല്ലോ, കാർ തിയേറ്റർ കാണിക്കുക. അതായത് ഈ കാർ തിയേറ്ററിൽ ചെറിയൊരു സ്ക്രീൻ ഉണ്ട്, പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത 4 സ്പീക്കേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ കാർ തിയേറ്ററിലുള്ളത്. അപ്പോൾ കാർ തിയേറ്ററിലിട്ട് ചെറുട്ടിന് ഡോൾബിയുടെ വീഡിയോയും ഒരു ട്രെയിലറൊക്കെ ഇട്ട് നോക്കാം. സോ അപ്പൊ എന്തൊക്കെയാണ് കാർ തിയേറ്ററിൽ ഉള്ളത് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. ഇറ്റ്സ് യുവർ രാഹുൽ മനോജ് ഈസ് ഹിയർ. ഓ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കാറിന്റെ വീഡിയോ ആണ് ഗൈസ്. ഓർമ്മയുണ്ടോ, നമ്മുടെ ഒരു കാർ എടുത്തായിരുന്നു. അതിന്റെ വീഡിയോ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് കണ്ട് ഇട്ട വീഡിയോ ആണ്. അത് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയ വീഡിയോ ആണ്. അപ്പോ അത് നമ്മുടെ ചെറുക്കനെ കാണിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. അതിനുശേഷം നമ്മുടെ ചെറുക്കന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ സോ ഗൈസ്, ഇന്ന് എന്ത് കണ്ടന്റ് ഒക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു. ഇന്നല്ല, കുറച്ച് ദിവസം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുവാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ക്രിസ്മസിന്റെ ഒരു വ്ളോഗ് ഇട്ടായിരുന്നല്ലോ, കോളേജിന്റെ ഒരു ക്രിസ്മസ് വ്ളോഗ്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതിനുശേഷം നമ്മൾ എന്തൊരു വീഡിയോ ഇട്ടിട്ടില്ല. അതുപോലെ ഇനി ഈ ഒരു 2024 അവസാനിക്കാറായി. 2024 നല്ലൊരു ഇയർ ആയിരുന്നു. അപ്പം നമ്മുടെ 2024 നടന്ന കാര്യങ്ങളെല്ലാം വെച്ചുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും 31-ാം തീയതിയിൽ. അപ്പൊ ഗൈസ്, നമ്മുടെ ചെറുക്കനെ പേരൊക്കെ ഒന്ന് ഇടണം ഗൈസ്. പേര് ഓൾറെഡി ഉണ്ട്, എന്നാലും നിങ്ങളൊരു പേര് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാറിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോവുകയാണ്. അതായത് കാറിനകത്തുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കാർ ഇവിടെ ഇരിപ്പുണ്ട്. കാറിനെ നമ്മൾ പുറച്ചു വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളിത് പുതപ്പൂരി മാറ്റും. ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയൊക്കെ ആയി, ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെയാ പറയുന്നത്, കാറിന് ഉറക്കുവോ? സോ ഗൈസ്, അപ്പൊ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ സൂം ബേബി ഉണ്ട് ഗൈസ്. നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ സൂം എവിടെ, സൂമിനകത്ത് എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുന്ന പറഞ്ഞായിരുന്നു ഗൈസ്. ദിസ് ഈസ് നോട്ട് മൈ വണ്ടി, ദിസ് ഈസ് മൈ ഡാഡ് വണ്ടി ഗൈസ്. അപ്പൊ ഇത് ഡാഡിയുടെ വണ്ടിയാണ്. ഡാഡി ഡ്യൂട്ടിക്ക് പോയി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഗൈസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ട് പോയാൽ എങ്ങനെയാണ് ഗൈസ്? ഓക്കെ, അപ്പോൾ ചെറുക്കനിൽ നമ്മൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യും ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പൊ എന്തായാലും കാറിന്റെ പതപ്പൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വണ്ടി വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, പതപ്പ് മാറ്റാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ് മൈ ബോയ്. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ബോയ്, എല്ലാവർക്കും ഒന്നൊരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞേ. ഗുഡ് ഗൈസ്, നമ്മുടെ കുട്ടൻ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞ് ഗുഡ് ബോയ് ആണ് നമ്മുടെ ഗൈസ്. സുസുക്കിയുടെ അടിപൊളി ലോഗോ, ഇതാണ് നമ്മുടെ കാറിന്റെ നമ്പർ പ്ലേറ്റ്. എല്ലാവരും നോക്കിക്കോ. അതെ, ആക്ഷൻ ഡ്യൂഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ആക്ഷൻ ഡ്യൂഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇത് ഓട്ടോമാറ്റിക് സെൻട്രൽ ലോക്ക് ആയി. നമ്മൾ ഈ കാർ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇത് നമുക്ക് ഹായ് പറയും. ഹായ് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കയറിയില്ലെങ്കിൽ ഇവന്റെ ഡോറുകളെല്ലാം അടച്ചു കളയും തനിയെ. ചെറുക്കൻ ഇച്ചിരി പ്രൈവസി ഉള്ളവനാ ഗൈസ്. അപ്പം ഗൈസ്, ഹായ് മാത്രമല്ല പാട്ടൊക്കെ പാടും. കാണിച്ചു തരാം. ഇത് പാടുന്നില്ലേ? പാടറാ. മതി കൈസ്, എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ പാട്ടുകാരൻ കൈസ്. നമ്മളെ പോലെ എല്ലാം പാട്ടൊക്കെ പാടും. അപ്പോൾ ദേ നമ്മുടെ സൂം കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് സൂം. നമ്മുടെ കൈസ്, നമ്മുടെ വണ്ടി എല്ലാം റെഡിന്റെ മയമാണ് കൈസ്. റെഡ് ഹോട്ട്സ് ആണ്. നമ്മുടെ സ്കൂട്ടറും റെഡ്, കാറും റെഡ്. നമുക്ക് റെഡ് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് കൈസ്. റെഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു എടുപ്പാണ് കൈസ്. അത് കണ്ടില്ലേ? ഒരു നമ്മുടെ വീടുമായിട്ടും നമ്മുടെ കാറും കിടക്കുന്ന ഒരു ലുക്ക് കണ്ടില്ലേ? ഭയങ്കര എടുപ്പാണ് നമ്മുടെ വണ്ടി. സൂം ഇവിടെ ഇരിപ്പുണ്ട്. ഇവനെ നമ്മൾ കൈസ് ബാക്കിലൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ വേണ്ടി ഇവനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചാണ്. ഇവൻ തനിയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് മുന്നേ നമ്മുടെ മാരുതി 800 ആയിരുന്നു ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്. അവൻ പോയി. അപ്പം പുതിയ ആൾ വന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി എന്ന് വെച്ചപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലായിരിക്കുന്നത്. ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കിലാണ്. ഒന്നും നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ള സ്പോയിലറും പിന്നെ ഗൈസ് ഈ വൈസറും പിന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രകൃതി തന്ന സംഭവമാണ് ഈ ഒരു സാധനമൊക്കെ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കമ്പനിയിൽ തന്നെ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഇതിന് അലോവിയിലൊക്കെ ആക്കും. പിന്നെ എനിക്കിതിനകത്ത് ഫുള്ള് കസ്റ്റം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായില്ലേ എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു മിറർ ഇരുന്ന കാര്യമായി നിങ്ങൾ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ അടിപൊളിയാക്കും ഗൈസ്. ഫണ്ടില്ല, അതാണ് മെയിൻ സാധനം. ഇതിന് തന്നെ മാസം മന്തിൽ EMI അടച്ചോണ്ടിരിക്കുക ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ ടയറൊക്കെ ഒരുമാതിരി ചെളി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ വരുന്ന വഴിയൊക്കെ ഭയങ്കര ഓഫ് റോഡിങ് വഴിയാണ്. അതുകൊണ്ട് ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. മഴയൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര വിഷയമാണ്. ഇതൊക്കെയാണ് നമ്മുടെ എൻട്രോ. അപ്പോൾ കാറിൻ്റെ അകത്തോട്ട് കയറാം.
ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കാറിന്റെ തിയേറ്റർ സ്ക്രീൻ. ഇത്രയും ചെറിയ സ്ക്രീനാണ് ഗൈസ്. ഇത് സ്ക്രീൻ അല്ലല്ലോ, ഇതൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണത് കാറിലെ. മാരുതി സുസുക്കിയിൽ കമ്പനി എല്ലാ കാറുകൾക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇത്. ഇപ്പൊ എന്ന് വെച്ചാൽ വേറെ വലിയ ഇപ്പോഴത്തെ പുതിയ സ്വിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ വേറെ വലിയ സ്ക്രീനാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാർ ഇരിക്കുന്നത്. ഇതൊരു VXi പ്ലസ് മോഡൽ കാർ ആയതുകൊണ്ട് ആണ് ഇത് ഇരിക്കുന്നത്. അല്ലാത്ത സ്റ്റാൻഡേർഡ് VXiയിലൊക്കെ ആണെങ്കിൽ മറ്റേ മ്യൂസിക് സിസ്റ്റം ആണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോഴത്തെ കസ്റ്റമായിട്ടുള്ള സ്ക്രീൻ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ ഗൈസ് ഇത് VXi പ്ലസ് ആയതുകൊണ്ട് ഈ സ്ക്രീൻ ഇരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഓൺ ആക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് വണ്ടിയുടെ കീ. ഗൈസ് കീയിലൂടെ ഒരു കീ ചെയിൻ ഉണ്ട് കണ്ടോ, ജീസസ് നെവർ ഫെയിൽസ്. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം എന്നുള്ള വിശ്വാസത്തിലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ലെറ്റ്സ് ടേൺ ഓൺ ദ മാരുതി കാർ തിയേറ്റർ. ഓക്കെ, കാർ ഓൺ ആക്കുമ്പോൾ തന്നെ പാട്ട് ഓണാവും. ഓ ഗൈസ്, ലോ ഫ്യൂവൽ എന്ന് കാണിക്കുന്നു. ഇന്നലെ ഭയങ്കര ഓട്ടോ ആയിരുന്നു കേട്ടോ. ഇതാണ് കാറിന്റെ സ്ക്രീനിന്റെ ഇന്റർഫേസ്. അവരുടെ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ആണ്. നിങ്ങളുടെ കാറിലെല്ലാം ഉള്ള സാധനം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ കാണിക്കുന്നില്ലല്ലോ. ഇതിനകത്തുള്ള എങ്ങനെ വീഡിയോസ് പ്ലേ ചെയ്യുന്നു, അതാണ് നമ്മുടെ മെയിൻ നോട്ട്. അപ്പോൾ ഗൈസ് ഈ കാറിൽ 4 സ്പീക്കേഴ്സ് ഉണ്ട്. കോ ഡ്രൈവർ സീറ്റിന്റെ ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ അതായത് എനിക്ക് വേണ്ടിയുള്ള സ്പീക്കർ റൈറ്റിൽ, പിന്നെ ബാക്കിൽ റിയർ സ്പീക്കേഴ്സ് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പൊ എന്തായാലും മാരുതി ഈ ഒരു കാറിന് 4 സ്പീക്കർ കൊടുത്തത് നന്നായി, ഗുഡ് ജോബ്. അപ്പൊ ഗൈസ് എനിക്ക് ഇതിനകത്തിരുന്ന് പുഴുക്കുന്ന എന്റെ ദൈവമേ. കാർ ഓൺ ആക്കി, AC ഒന്ന് ഓൺ ആക്കട്ടെ. കാർ സ്റ്റാർട്ട്. കാർ ഓൺ ആക്കുമ്പോ തന്നെ AC ഓൺ ആകത്തില്ല. ആദ്യമേ ഫാൻ ആണ്ടേ, ഫാനിന്റെ നോയ്സ് ഒക്കെ ഉണ്ട്. ഫാൻ ഇട്ടപ്പോ തന്നെ കുറച്ച് ആശ്വാസം. AC ഇനി ഓൺ ചെയ്യട്ടെ. AC ഓൺ ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് വരും. AC-യുടെ തണുപ്പ് വരുന്നു. ഗൈസ്, ആൾട്ടോ കാറുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാബിനറ്റ് പെട്ടെന്ന് കൂളാവും. പെട്ടെന്ന് കൂളായി ഒരു 2, 3, 4, 5 സെക്കൻഡുകൾ കൊണ്ട് തന്നെ നല്ലതായിട്ട് കൂളിംഗ് തുടങ്ങി. ഓക്കെ, ഇപ്പോഴാണ് ഒരു തിയേറ്റർ ഫീൽ വന്നത്. സോ പെട്രോൾ കുറവാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓഫ് ആക്കുക ഗൈസ്. കാണിച്ചിട്ട് USB സെലക്ട് ചെയ്യുക, വീഡിയോസിലേക്ക് പോവാ ഗൈസ്. ഇതാ പണ്ടത്തെ കുറെ എന്തൊക്കെ വീഡിയോ ഒക്കെ കിടക്കുന്നു. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വേറെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ബാക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടായത്. ഇവിടെ സ്പീക്കറുണ്ട്. അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് ഡോൾബി അറ്റ്മോസ്. ഓക്കെ, ചെറിയ സറൗണ്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ USB-ക്കകത്ത് ഞാൻ പണ്ടങ്ങാണ്ട് കയറ്റി വെച്ച വീഡിയോസ് ആണ് ഇതൊക്കെ. അപ്പോൾ USB-യിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് അഡീഷണൽ യൂട്യൂബ് അങ്ങനൊന്നും ഇല്ല. വേറൊരു കണ്ടീഷൻ ഉണ്ട്, ഇത് കാണണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടണം. ഹാൻഡ് ബ്രേക്ക് ഇട്ടാലേ കാണാൻ പറ്റൂ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു ടൈപ്പ് വണ്ടിയായിട്ടാണോ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കാണാൻ പറ്റുക. എനിക്ക് തോന്നുന്നു സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കും. മാരുതിയുടെ എല്ലാ കാറിലും അങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയാം. കാരണം ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കി എന്തായാലും ഇരിക്കത്തില്ല. കോ ഡ്രൈവറും പിന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കാരും മാത്രമേ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കത്തുള്ളൂ. ഈ കാർ തിയേറ്റർ ഇരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല വിസിബിൾ ആണ്. ഒരു പൂച്ച ചാടി ഗൈസ്. കാർ തിയേറ്റർ ഇരുന്നുകൊണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ പൂച്ച ഇവിടെ വരും. അതാ വന്ന് അശാട്ടി അങ്ങോട്ട് പോവാ. കണ്ടോ ഗൈസ്, ഒരു FPS ലാഗ് കണ്ടോ. ഇതൊക്കെയാണെങ്കിൽ നല്ല ഫുൾ HD വീഡിയോ ആണ്. പക്ഷെ ക്ലാരിറ്റി ഉണ്ട്, കാണുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് കാണുന്നൊക്കെ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ലാഗ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ ആവാറായി. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിനകത്ത് ഇപ്പോൾ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കും. കില്ലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്ക് കണ്ടപ്പോൾ കില്ലൊന്ന് കാണാൻ തോന്നി. ഇങ്ങനെ കില്ല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിൻ ഫൈറ്റ് സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നോക്കൂ, ഇപ്പോൾ നമ്മൾ പ്രത്യേക ലുക്കിലാണ് ഇരിക്കുന്നത്. കാറിന്റെ തുണി ഇട്ടിട്ടുണ്ട് വീണ്ടും. തുണി ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ അകത്തിന് വ്യൂ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ല ചൂടെടുക്കുന്നുണ്ട്, അടിപൊളി ചൂടാണ്. ഒന്നും കൂടി കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, അതോടെ കാണിച്ചു തരാം. ഗൈസ് നോക്കൂ, നമ്മുടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റും സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വ്യൂ. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട് ഇതിന്റെ അകത്ത്. ഇത് ഇട്ടിട്ടു. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ഇതിന്റെ കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പൊ കുറച്ചുകൂടെ ലുക്കായി കണ്ട. ലൈറ്റ് ഒക്കെ വന്ന് സ്റ്റിയറിംഗിലൊക്കെ ലൈറ്റ് കത്തും. ഇവിടെ എല്ലാം ലൈറ്റ് കത്തും ഗൈസ്. ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ബ്രൈറ്റ്നെസ് കുറയും കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ബ്രൈറ്റ്നെസ് കൂടും. ഇപ്പൊ കുറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതിന്റെ സൗണ്ട് സെറ്റിംഗ്സിലേക്ക് പോവാം. ഇതിനകത്ത് ബാസ്, മിഡ്, ട്രെബിൾ എല്ലാം കൂട്ടിയും കുറയ്ക്കുകയും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ വെച്ചേക്കുന്ന സെറ്റിംഗ്സ് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ. പിന്നെ ബാലൻസ് ഫേഡർ,
സ്പീക്കറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ഡ്രൈവിംഗ് സീറ്റിലെ സ്പീക്കർ മാത്രമേ കേൾക്കൂ. ഇങ്ങനെ വെച്ചാൽ എല്ലാം കൂടി കേൾക്കും, ഇവിടെ വെച്ചാൽ ബാക്ക് മാത്രം കേൾക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഒരു മ്യൂസിക് ഇട്ട് കാണിക്കുന്നില്ല, ഇതിനകത്തുള്ള മ്യൂസിക് ഒക്കെ ഇട്ടാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ മ്യൂസിക് ഇട്ട് കേൾപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് സെറ്റിങ്സ്. ഞാൻ റീസെറ്റ് കൊടുക്കുവാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ എല്ലാം നല്ലതായിട്ട് കേൾക്കും. പിന്നെ റേഡിയോ സെറ്റിങ്സാ AM ആക്റ്റീവ്, അത് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ വോളിയം നമുക്ക് ഫോണിന്റെ റിംഗ് ടോണും ഫോണിന്റെ കോള് വിളിക്കുമ്പോൾ സൗണ്ടും സിസ്റ്റത്തിന്റെ സൗണ്ടും. പിന്നെ ഇതിനകത്ത് എന്തോ ഉള്ളതെന്ന് വെച്ചാൽ ഓക്സ് ഗെയിന്, സിസ്റ്റം ബീപ്പ് ആണ്ട് ആ ഒരു സംഭവമായിരിക്കും. അത് പോയി, ടിക് ടിക് എന്നുള്ള സൗണ്ട് പോയി. പക്ഷെ അത് വേണം, കൊള്ളാം. അത് ഓണാക്കി വെച്ചേക്കാം. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഗൈസ് സിസ്റ്റം ബീപ്പും പിന്നെ സ്പീഡ് ഡിപ്പെൻഡന്റ് വോളിയം കൺട്രോൾ. അതെന്ത് സാധനം? സ്പീഡ് ഡിപ്പെൻഡന്റ് വോളിയം കൺട്രോൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഓഫായി കിടക്കുകയാണ്. പിന്നെ ഇക്വലൈസർ ഉണ്ട്. ഇക്വലൈസറിൽ ഞങ്ങൾ റോക്ക് ആയിട്ടേക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഒരു ബാസും ഒരു ഡെപ്ത് ഫീല് നല്ലതായിട്ട് കിട്ടും. നല്ലതാണ്. ബാക്കി ഇത്രയുണ്ട്. ജാസ് ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമൈസ് വരെ ചെയ്യാം. മ്യൂസിക്കിന്റെ പരിപാടി ഗൈസ് മാരുതി എടുത്ത് വെച്ചേക്കുന്നുണ്ടോ? ഇതൊക്കെ വേറെ കമ്പനിയിൽ തരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റോക്കി കിടക്കട്ടെ. ഇതൊക്കെയാണ് ഞാൻ ഇട്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, കണ്ടോ? ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും. പിന്നെ ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് കൂട്ടാം. അങ്ങനെയൊക്കെയാണ്. വെഹിക്കിൾ അലേർട്സ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടോണ്ടേ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വീഡിയോ കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ഹാൻഡ് ബ്രേക്ക് മാറ്റി അപ്പോൾ വീഡിയോ പോസ് ആവാം. ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. എവിടെ ഗൈസ്, ഇതൊരു ട്രെയിലറാണ്, അലാദിൻ എന്ന് പറയുന്നത്. ഗൈസ്, ഈ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് കയറ്റി വെച്ച കേട്ടോ. പണ്ട് എനിക്ക് ഭയങ്കര പ്രാന്താണ് ഡിസ്നിയുടെ ഒക്കെ മൂവീസ്. തമിഴ് ഡബ് ട്രെയിലറാണ്. കാരണം ലാഗ് ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി ബിറ്റ് റേറ്റ് കൂടിയ വീഡിയോ, അതുകൊണ്ട് ലാഗ് ഉണ്ട്. ഇപ്പോൾ ഗൈസ് ഞാൻ ബ്രേക്ക് ചവിട്ടി. ബ്രേക്കാണോ ചവിട്ടി അതോ ക്ലച്ച്? ബ്രേക്ക് ചവിട്ടി. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും. ഇതൊക്കെ പാട്ടടെ. സോ ഗൈസ്, അപ്പോൾ തന്നെ അത് അങ്ങനെ എഴുതി കാണിക്കും. സ്പീഡ് ലോക്ക് ഔട്ട്. ദിസ് ഓപ്പറേഷൻ ഈസ് നോട്ട് പെർമിറ്റഡ് വൈൽ ഡ്രൈവിംഗ്. പ്ലീസ് പാർക്ക് യുവർ വെഹിക്കിൾ. പാർക്ക് ചെയ്യാം. ഈ വണ്ടിക്ക് മനസ്സിലായില്ലേ, പാർക്കിൽ തന്നെയാണ് കിടക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് മാറ്റി എന്ന് വിചാരിച്ച് പാർക്ക് ഇടാൻ പറയുന്നു. വലിച്ചിട്ട് ഇനി നോക്കട്ടെ. ഓക്കെ, കാണാം. ഇതാണ് സംഭവം. എന്തോ ഒരു പാട്ടൊക്കെ മാറ്റട്ടെ. USB-യിലാണ് കാണുന്നത് കണ്ടോ. അല്ലാണ്ട് ഇതിനകത്ത് യൂട്യൂബ് ബ്രൗസർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, ഇല്ല സാധനം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ മതി ഗൈസ്, ഇതൊക്കെ മതി. അല്ല വണ്ടിക്കൊക്കെ എന്ത് കൂടുതൽ. അപ്പൊ ഇതിരിക്കട്ടെ, ഇതൊക്കെ മാറ്റാനൊന്നും പറ്റത്തില്ല. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ്, ഇത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ എനിക്കിനി ഈ വണ്ടിക്കകത്ത് ഇനി ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആൾട്ടോ കേട്ടണിലെല്ലാം വെക്കണം ഗൈസ് നമ്മുടെ. എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. ഓക്കെ, സോ ഇതൊരു കാർ തിയേറ്റർ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ കാണിച്ചു. ഇനി ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട്. കാറിന്റെ ഈ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഒന്ന് ഇറക്കി എക്സോസ്റ്റ് സൗണ്ട് ഒക്കെ ഒന്ന് കേൾപ്പിക്കുന്ന വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ ഇതോടെ ഇത്ര നിർത്തുവാണ്. നല്ലൊരു സ്മാർട്ട് സ്ക്രീൻ ആണിത്. എല്ലാ കാര്യങ്ങളും കാണിക്കും. ഫുൾ എച്ച് ഡി വരെ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഫുൾ എച്ച് ഡിയിൽ ഈ ബിറ്റ് റേറ്റ് കൂടിയ വീഡിയോസ് ഒക്കെ കുറച്ച് ലാഗായിട്ട് കാണും. കുറച്ച് FPS നല്ല കുറവായിരിക്കും. അത് നിങ്ങൾ ട്രെയിലറിൽ കണ്ട് കാണും. ചിലതൊക്കെ നല്ല FPS ഇട്ട് കാണാം. ഗൈസിനകത്ത് ഒരു ഇൻഫിനിറ്റി വാർ എന്ന് പറയുന്ന മൂവി ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ബിറ്റ് റേറ്റ് കുറവാണ്. പിന്നെ HD വീഡിയോ ആണ്. അടിപൊളിയാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു തിരക്കേടില്ലാത്ത സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. നല്ല ബാസ് ഉണ്ട്. പിന്നെ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങോട്ടൊക്കെ പോകും. അത് വലിയതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഒരു സ്പീക്കറാണ് കൊടുത്തേക്കുന്നത്. നല്ല സ്പീക്കറെങ്കിൽ 4 കൊടുത്ത കാര്യമായി. ബാക്കിൽ ഇരുന്നവർക്കും കേൾക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ മൂഡ് അനുസരിച്ച് ഓരോ പാട്ടിടുമ്പോൾ പാട്ടിനകത്ത് ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നും. വെളിയിലത്തെ സൗണ്ട് കേൾക്കാം ഫോണിന്റെ ഒക്കെ. അപ്പോൾ ഇതാണ് കാർ തിയേറ്ററിലെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, എന്റെ കാർ തിയേറ്റർ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂട്ട് കാർ തിയേറ്റർ വീഡിയോ. സോ ഗൈസ്, ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഊരിക്കൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ കാണാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.